ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അറബിക് മന്തി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മന്തി ഇത്രയും ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചിക്കൻ ഞാൻ 4ആയിട്ട് പീസ് ചെയ്തിട്ടുണ്ട്. അത് സ്കിന്നോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്കിൻ ഇല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജീരകപ്പൊടി, 3 സവാള സ്ലൈസ് ചെയ്തത്, ഗരം മസാല, 4 പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഞാൻ 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ബസ്മതി അരി 1 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് 1 ടൊമാറ്റോ അരച്ചത്, കുറച്ച് പാല്, കുറച്ച് ഫുഡ് കളറ്, ഗരം മസാലപ്പൊടി, ഓയിൽ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് ഞാൻ ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ, 1 കിലോ റൈസ്. അപ്പോൾ അതിന് ഞാൻ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നത്. ഒത്തിരി ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി മൂക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. മസാല, പച്ചമുളക്, കുരുമുളക്, ജീരകം ഇതിത്ര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമ്മളിതിലേക്ക് ആവശ്യമായ അടുത്തായിട്ട് ചിക്കനാണ് വെക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. ഇതൊത്തിരി വഴലേണ്ട ആവശ്യമില്ല, കാരണം മന്തിക്ക് ഒത്തിരി നമ്മൾ വഴറ്റിയെടുത്തില്ല. അപ്പോൾ ആ ഒരു ചിക്കൻ നാല് പീസ് ചിക്കൻ, ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ്, അത് 4 പീസാണ് സ്കിന്നോട് കൂടി. അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ കുരുമുളക് പൊടി, ഇതിന് മുകളിൽ ഇങ്ങനെ നമ്മൾ കുരുമുളക് പൊടി, ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ആ ചിക്കൻ ആവശ്യമായി കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ ചിക്കനിൽ കുരുമുളക് പൊടി പിടിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെച്ചിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അങ്ങനെ നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല തിളച്ച് വരികയാണ്.
കണ്ടില്ലേ, ആ ആവിയൊക്കെ വന്ന് നല്ല മണം വരുന്നുണ്ട്. കണ്ടില്ലേ, ചിക്കൻ ഇങ്ങനെ നല്ല ആ ഉള്ളിയും കുരുമുളകും എല്ലാം കൂടെ കിടക്കുന്ന വെള്ളത്തിൽ കിടന്ന് തിളച്ച്, കണ്ടില്ലേ, നല്ല ആയിട്ടുണ്ട് ചിക്കന്. അപ്പോൾ ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഈ ചിക്കൻ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് അരി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ചിക്കൻ എടുത്ത് മാറ്റുകയാണ്. കണ്ടില്ലേ, ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് അരി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല തിളച്ചിതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്ത് മാറ്റിയ ആ വെള്ളം ഇവിടെ നമുക്ക് റെഡിയാണ്. നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ പോവുകയാണ്. അപ്പോൾ അരി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരച്ച് വെച്ച ടൊമാറ്റോ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ടൊമാറ്റോ അരച്ച് ചേർത്തിട്ടുണ്ട്. ആ റൈസിനൊരു ചെറിയൊരു പുളിയും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൊമാറ്റോ ഇതിലേക്ക് അരച്ച് ചേർത്തു. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ല തിളച്ച് ആ അരിയെല്ലാം കൂടി ഇട്ട് കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും ഇതിലേക്ക്. അപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ അരിയിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ വെള്ളം ഒക്കെ കളഞ്ഞ് അരി റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് മൊത്തം അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. 6 ഗ്ലാസ് വെള്ളം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്. അത് കറക്റ്റായിരിക്കും. നമ്മൾ ചിക്കൻ വേവിച്ച് കഴിയുമ്പോഴും അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മളിത് ഇളക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചിക്കനും എല്ലാം കൂടെ കിടന്ന ആ വെന്ത വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഉപ്പ് കുറവുണ്ട്. ഇടയ്ക്ക് ഞാൻ ഉപ്പ് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, റൈസൊക്കെ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ഉണക്ക നാരങ്ങയാണ്. ഈ ഉണക്ക നാരങ്ങ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉണക്ക നാരങ്ങയുടെ അകത്തെ ആ ഒരു പൾപ്പ് മാത്രം, ആ തൊലി ഞാനിടില്ല, ആ ഒരു പൾപ്പ് മാത്രം ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിനകത്തിലൂടെ ഇട്ട് കൊടുക്കും. അത് നമ്മൾ വെള്ളത്തിലിടത്തില്ല. ആ റൈസ് നല്ലതായിട്ട് വെന്ത് ഇതായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഉണക്ക നാരങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു മണം എല്ലാം കൂടെ അതിനകത്തിലോട്ട് ചോറിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈസ് നല്ല ഇതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഞാനിതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ആ റൈസ് ആ എണ്ണ ഇരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കളറ്, എനിക്കിപ്പോൾ പൊടി കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി കളർ മതി, ഒത്തിരി കളർ വേണ്ട. നമ്മുടെ ചിക്കൻ ഒരു നല്ല കളർ വരാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് നമുക്ക് പുരട്ടിയെടുക്കാൻ വേണ്ടി മാത്രം, ഒത്തിരി കളർ വേണ്ട. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മാത്രമായിട്ടാണ് ഈ കളർ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ കളർ അങ്ങനെ ചേർക്കാറില്ല. കണ്ടില്ലേ, ആ ചിക്കനും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാൽ എന്തിനാണ് ചേർക്കുന്നതെന്ന്. ആ പാൽ ചേർക്കുമ്പോൾ ആ ചിക്കനിലോട്ട് ആ കളർ നല്ലതായിട്ട് പിടിക്കും. കണ്ടില്ലേ, നമുക്ക് ആ ഒരു നമ്മൾ വേവിച്ച ചിക്കനാണ്, ഒത്തിരി ഇതൊന്നുമില്ല. ആ സ്കിന്നൊക്കെ പോവാതെ നമ്മൾ പുരട്ടിയെടുക്കുക. ഒന്ന് തിരിച്ച് മറിച്ച് വെച്ച് കൊടുക്കുക ചിക്കന്. കണ്ടില്ലേ,
അപ്പോൾ അത് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തിലോട്ട് അത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സ്റ്റൗ ഇവിടെ ചൂടായിട്ടിരിക്കുകയാണ്. നമ്മളതിലേക്ക് കുറച്ച് എണ്ണ, അപ്പോൾ ചൂടായ എണ്ണയിലേക്ക്, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ഒത്തിരി മൊരിയണ്ട, നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ചിക്കൻ പീസ് നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓയിലിൽ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് മന്തി ദം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസ് ഇവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഈ ചിക്കനകത്ത് നിന്ന് കുറേ ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റൈസ് കണ്ടില്ലേ, ഇപ്പോൾ റൈസ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ആ ചോറിനൊരു ചെറിയ നനവുണ്ട്, കാരണം നമ്മൾ ഫുള്ള് ഇനിയിപ്പോൾ ദമ്മ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചെറിയൊരു നനവിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് വെള്ളം എന്നല്ല, ആ ഒരു ചോറിൽ ചെറിയൊരു ആ ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോൾ ഞാനിവിടെ റൈസെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു ചെറിയ പാത്രം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ കരിപ്പീസ്, നമ്മൾ ചാർക്കോൾ കത്തിച്ച പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ചെറുത് മതി, ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 പീസേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറിയ 2 പീസിലേക്ക് വെച്ച് കൊടുക്കും. അതായത് കുറച്ച് എണ്ണ കണ്ടില്ലേ. അപ്പോൾ ആ പുക വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നത് ക്ലോസ് ചെയ്യും. ഫോയിൽ വെച്ചിട്ട് ഞാനത് കവർ ചെയ്യുകയാണ്, ആ മണം പോകാതെ. ഇപ്പോൾ നമുക്ക് ആ കുഴിമന്തി എന്നൊക്കെ പറയുമ്പോൾ പണ്ടിത് കുഴിയിൽ വെച്ചിട്ടാണ് അറബികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കത് ആ ഒരു മണം കിട്ടണം. കണ്ടില്ലേ, ആ ഒരു മണം അതിനകത്ത് തന്നെ റൈസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ഫോയിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ആ കരി നമ്മൾ വെച്ച് കൊടുത്ത് അത് ഇതായിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ആ ഫോയിൽ അത് കവർ ചെയ്യുകയാണ്. ജസ്റ്റ് ആ പാത്രം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതുപോലെ തന്നെ തിരിച്ചത് കവർ ചെയ്യും. കവർ ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, ചെറിയ തീയിൽ ഇരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മതിയാവും, നമുക്ക് ഇത് റെഡിയായി കിട്ടും. റെഡി ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ഇവിടെ തുറക്കാൻ പോവുകയാണ്. നല്ല മണം വരുന്നുണ്ട്. വാ, നല്ല മണം കണ്ടില്ലേ. നമ്മൾ ചിക്കനൊക്കെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ല മണം കണ്ടില്ലേ. നമ്മൾ കളർ ചേർത്തെങ്കിലും വലിയ കളറൊന്നുമില്ല, കണ്ടില്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ടൊമാറ്റോ സൽസ ചെയ്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് ടൊമാറ്റോ സൽസ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുക്കുംബർ റൈത്ത, അതിൽ മിൻറ്റാണ് ചേർത്തിരിക്കുന്നത്. മിൻറ്റ് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.